നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയാറുണ്ട്. എന്നാൽ ചില ആൾക്കാർ പറയും ഇപ്പൊ അങ്ങനെയല്ല പറയുന്നത്, മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണ്. കാരണം ഗൂഗിള് ഒരു ഗുരുവിനേക്കാൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ പറയുന്നു മാതാപിതാ ചാറ്റ് GPT ദൈവം എന്ന് പറയണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. എന്നാൽ ചാറ്റ് GPTക്ക് ഏതാണ്ട് 2021 വരെ കാര്യങ്ങളെ അറിയത്തുള്ളൂ എന്നാണ് അത് സ്വയമേ പറയുന്നത്. അതുകൊണ്ട് ചാറ്റ് GPTയെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്തിയിട്ട് ഗൂഗിളിനെ എടുക്കാം. ഗൂഗിളിനോട് ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് ചോദിക്കാം. ഈ കാലത്ത് ഏറ്റവും ഡിമാൻഡുള്ള IT സ്കില്ല് ഏതാണ് എന്ന് നമുക്ക് ഗൂഗിളിനോട് ചോദിച്ച് മനസ്സിലാക്കാം. IT സ്കില്ല് എന്താണ് എന്ന് ഞാൻ ചോദിക്കാൻ കാരണം, നാം അറിയുന്നത് പോലെ ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ അവസരങ്ങളുള്ള ഒരു മേഖല IT ആണ്. അപ്പോൾ ആ IT-യിൽ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള, ഏറ്റവും അവസരങ്ങളുള്ള സ്കില്ല് ഏതാണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അപ്പം ഞാൻ ഇവിടേക്ക് വന്നിട്ട് ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇതാണ് എൻ്റെ ചോദ്യം. ടോപ്പ് IT സ്കിൽ ഇൻ ഡിമാൻഡ് ഇൻ 2023. ചോദ്യം ചോദിച്ചാൽ ഗൂഗിൾ ഏതായിരിക്കും സൂചിപ്പിക്കുക? ആദ്യം വന്നേക്കുന്ന സ്കില്ല് ഡേറ്റ സയൻസ് എന്നുള്ളതാണ്. അതിന് തന്നെ മറ്റൊരു വകഭേദമായ ഡേറ്റ അനാലിസിസ് തൊട്ട് പുറകെയുണ്ട്. അപ്പോൾ ഡേറ്റ സയൻസ് ആണ് IT-യിലെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു സ്കില്ല് എന്നാണ് ഗൂഗിൾ സൂചിപ്പിക്കുന്നത്. താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കും, വിച്ച് IT ടെക്നോളജി ഈസ് മോസ്റ്റ് ഇൻ ഡിമാൻഡ് ഇൻ 2023. അത് നോക്കുമ്പോൾ ഡേറ്റ സയൻസ് ആണ് ആദ്യം വരുന്നത്, അല്ലെ? ഇനി താഴെ പല ചോദ്യങ്ങളുണ്ട്. വിച്ച് ടെക് സ്കിൽ ടു ലേൺ ഇൻ 2023, വിച്ച് സ്കിൽ ഇസ് മോസ്റ്റ് ഇൻ ഡിമാൻഡ് ഇൻ IT. അവിടെ വീണ്ടും ഡേറ്റ അനാലിസിസ്, ഡേറ്റ സയൻസ്. വിച്ച് ഇസ് ദ ഹയസ്റ്റ് പേയിങ് IT സ്കിൽ. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഡേറ്റ സയൻസ് ആൻഡ് ഡേറ്റ അനലിറ്റിക്സ് തൊട്ട് മൂന്നാമതായിട്ട് വരുന്ന കാണാൻ സാധിക്കും. അപ്പം ഡേറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഡേറ്റ സയൻസ് അത് തന്നെയാണ് ഏറ്റവും ഡിമാൻഡുള്ള IT സ്കില്ല് 2023 എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയും. അപ്പം ഈ ഡേറ്റ സയൻസ് എങ്ങനെ പഠിക്കാം, അതിലൂടെ എങ്ങനെ ഒരു ജോലിയിലേക്ക് എത്താം, അക്കാര്യങ്ങളാണ് ഇനി ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ഡേറ്റ സയൻസ് എങ്ങനെ പഠിക്കാം എന്ന കാര്യം വിശദമാക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പം മികച്ച ഡിമാൻഡുള്ള ഈ ഡേറ്റ സയൻസ് എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഡേറ്റ സയൻസിൽ പല ലെവൽ ഓഫ് പഠനങ്ങളുണ്ട്. ഉദാഹരണത്തിന് നാം അറിയുന്ന പോലെ BTech ഒക്കെ ഇപ്പൊ ഡേറ്റ സയൻസിൽ പഠിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, ഉദാഹരണത്തിന് എൻ്റെ കോളേജിൽ MCA ഡേറ്റ സയൻസ് സ്പെഷ്യലൈസേഷൻ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ ചിലർക്ക് അത്ര വിശദമായ പഠനമൊന്നും ആവശ്യമായിട്ട് വരത്തില്ല. ഒരു ഡിപ്ലോമ പഠിച്ചാൽ മതിയാകും. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഇന്ന് പല കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുമൊക്കെ ഡേറ്റ സയൻസിൽ 3 മന്ത്സിൻ്റെയോ 6 മന്ത്സിലെയോ ഒക്കെ ഷോർട്ട് ടേം കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. എന്നാൽ ഇക്കാലത്ത് കൂടുതൽ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺലൈനിലൂടെയുള്ള ഡേറ്റ സയൻസ് പോലെയുള്ള പഠനങ്ങൾക്കായിട്ടാണ്. കാരണം ഇന്ന് നമ്മുടെയൊക്കെ കൈകളിൽ ലാപ്ടോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഓൺലൈനിലൂടെ തന്നെ നമ്മുടെ രാജ്യത്തെയൊക്കെ ഏറ്റവും മികച്ച ഫാക്കൽറ്റികളിൽ നിന്ന്, ട്രെയിനേഴ്സിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. എന്ന് മാത്രവുമല്ല, രാജ്യത്തെമ്പാടുമുള്ള അവസരങ്ങളിലേക്ക് എത്തുവാനും ഈ ഓൺലൈനിലൂടെയുള്ള പഠനം നമ്മളെ സഹായിക്കും. അപ്പം മികച്ച സ്ഥാപനങ്ങളിൽ നിന്ന്, മികച്ച ഫാക്കൽറ്റികളിൽ നിന്ന് ഓൺലൈനിലൂടെ ഡേറ്റാബേസ് പഠിച്ചുകൊണ്ട് തൊഴിൽ അവസരങ്ങളിലേക്ക് എത്തുവാനുള്ള ഒരു മാർഗം ഞാൻ കണ്ടെത്തിയും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. അപ്പൊ ഈ ഡേറ്റ സയൻസ് ഓൺലൈനായിട്ട് പഠിക്കുവാനുള്ള ഒരു അവസരം ഞാൻ കണ്ടെത്തിയത് ഈ ഓഡിൻ സ്കൂളിലാണ്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉള്ള പ്രത്യേകതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ലൈവായിട്ട് ഇൻസ്ട്രക്ടർ ലെഡ് ക്ലാസ്സുകളിലൂടെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഒരു 6 മാസം കൊണ്ട് ജോബ് റെഡിയാകാനുള്ള അവസരമുണ്ട് എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആയിരിക്കും. അതായത് നമ്മൾ ഈ ഡേറ്റ സയൻസ് ഒക്കെ കൂടുതലായിട്ട് പഠിക്കുന്നത് ഈ മേഖലയിലെ പല പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടായിരിക്കും. അതൊരു വലിയ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുകയുണ്ടായി. പിന്നെ അൺലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവർ വാഗ്ദാനം ചെയ്യുന്നു. അടുത്ത 2 വർഷത്തേന് ഇവിടെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് നൽകും എന്നാണ് ഇവരെ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ഇവരുടെ ഒരു ഡേറ്റ സയൻസ് കോഴ്സിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നി. നമുക്കത് അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇവിടെ ഇവരുടെ 500-ൽ പരം ഹയറിംഗ് പാർട്ട്നേഴ്സിൻ്റെ ലിസ്റ്റൊക്കെ ഇവർ നൽകുന്നുണ്ട്. ഈ ഡേറ്റ സയൻസ് ഒക്കെ പഠിക്കുന്നവരെ ഇങ്ങനെയുള്ള അവസരങ്ങളിലേക്ക് എത്താൻ കഴിയും എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്.
അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവരുടെ ചില ടെസ്റ്റിമോണികളൊക്കെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് അത്യാവശ്യം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. ഇവർ സൂചിപ്പിക്കുന്നത് ന്യൂ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി എവറി വീക്ക് എന്നാണ്. ഈ വീക്കിൽ 305ഓളം ഡേറ്റാ സയൻസ് ജോബ് ഓപ്പർച്യൂണിറ്റി ഇവരുടെ പക്കൽ ഉണ്ട് എന്നാണ് ഇവരെ സൂചിപ്പിക്കുന്നത്. എവറി വീക്ക് പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും എന്നുള്ളതാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തോന്നിയ മികച്ച സാലറി അവസരങ്ങളിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ്. 35 lakh per annum ആണ് ഈ കോഴ്സ് പഠിച്ചവർക്ക് ഇവർ വഴി ലഭ്യമായിരിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് പാക്കേജ്. എന്നാൽ മീഡിയം, അതായത് ആവറേജ് ഒരു 7 lakh per annum. ഇതൊരു വളരെ മികച്ച ശമ്പളമാണ്. അപ്പോൾ ആ ഒരു ശമ്പളം ആവറേജ് മീഡിയം ഇവരുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നി. ഡേറ്റ സയൻസ്, ഡേറ്റ അനാലിസിസ്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് മുമ്പ് വീഡിയോകൾ ചെയ്തുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നില്ല. ആ മേഖലയിലെ ചില ജോബ് റോളുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ റോളുകളിലേക്കൊക്കെ ഈ പഠനത്തിലൂടെ നമുക്ക് എത്താനായിട്ട് കഴിയും. ഇനി എന്തായിരിക്കും ഈ ഡേറ്റ സയൻസ് കോഴ്സിൽ നമ്മൾ പഠിക്കാൻ കഴിയുക കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് ഇവിടേക്ക് വന്നാൽ കരിക്കുലം കാണാനായിട്ട് സാധിക്കും. നമ്മൾ കോറായിട്ട് കുറേ കാര്യങ്ങൾ ഈ ഡേറ്റ സയൻസിൽ പഠിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പൈതൺ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കും. ഡേറ്റ സയൻസ് പഠിക്കുന്നുണ്ട്. അതുപോലെ മെഷീൻ ലേണിംഗ്, പവർ ബി ഐ എന്നൊക്കെ പറഞ്ഞാൽ ഈ വിഷ്വലൈസേഷൻ ഒക്കെ ഉള്ള ഓരോ ടൂളുകളാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കോറായിട്ട് പഠിക്കുമെങ്കിൽ ഇലക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഈ പവർ ബി ഐ അഡ്വാൻസ്ഡ് ഉണ്ട്, അഷൂർ ഉണ്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, NLP ഉണ്ട്, ഈ ഗിറ്റ് ഹബ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇലക്റ്റീവായിട്ടും പഠിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനത്തെ കുറേ ടൂളുകൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കാമെന്ന് ഇവിടെ കാണുന്നുണ്ട്. പൈതൺ ഉണ്ട്, കൊളാബ് ഉണ്ട്, അതൊക്കെ കാണാൻ. പവർ ബി ഐ ഉണ്ട്, അഷൂർ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇവർ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു കോഴ്സിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന കരിയർ സർവീസുകൾ എന്തൊക്കെയാണ്. റെസ്യൂമെ ബിൽഡിംഗ്, ഓൺലൈൻ പ്രൊഫൈൽ ബിൽഡിംഗ്, ഈ ലിങ്ക്ഡിൻ പോലെയുള്ളതൊക്കെയുള്ള പ്രൊഫൈൽ ബിൽഡിംഗ്, മോക്ക് ഇന്റർവ്യൂകൾ, ഇൻഡസ്ട്രി ഇന്ററാക്ഷൻ, ബിഹേവിയറൽ സ്കിൽ വർക്ക്ഷോപ്പ്, ജോബ് ഡ്രൈവുകൾ, ഇതൊക്കെ കോഴ്സ് കൂടാതെ എക്സ്ട്രാ ആയിട്ട് ലഭ്യമാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അൺലിമിറ്റഡ് ഇന്റർവ്യൂ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവരെ വാഗ്ദാനം ചെയ്യുന്നത്. ഫോർ 2 years കോഴ്സിന് ജോയിൻ ചെയ്ത് അടുത്ത 2 വർഷത്തേന് നിങ്ങൾ ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് ഹയർ അവസരങ്ങളിലേക്കൊക്കെ എത്തുവാനുള്ള അവസരങ്ങൾ ഉൾപ്പെടെ അൺലിമിറ്റഡ് ജോബ് ഇന്റർവ്യൂസ് ആണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത്. ഇവരുടെ ഈ കോഴ്സിനെ ഞാൻ പറഞ്ഞു പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു. ഈ കുട്ടികളൊക്കെ ചെയ്യുന്ന ചില പ്രോജക്ട്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രെഡിക്ട് വെദർ എ പേഷ്യന്റ് ഇസ് ഡയബറ്റിക് ഓർ നോട്ട്. അപ്പോൾ അത് ഈ പൈതണും ഇതേപോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സും ML മൊഡ്യൂൾസ്, മെഷീൻ ലേണിംഗ് മൊഡ്യൂൾസും ഒക്കെ വെച്ചിട്ട് അത് പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെയുള്ള പ്രോജക്റ്റുകൾ, അങ്ങനെ വളരെ വിചിത്രമായ പ്രോഡക്റ്റുകൾ. ഐഡന്റിഫൈ ട്രാൻസാക്ഷൻ വിത്ത് ദ ഹയസ്റ്റ് പ്രോബിലിറ്റി ഓഫ് ബീങ് എ ഫ്രോഡ് ആകാൻ സാധ്യതയുള്ള ട്രാൻസാക്ഷനുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോജക്റ്റുകൾ. ഡിസൈൻ ആൻഡ് എഫിഷ്യന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർ എ ബാങ്ക്. അങ്ങനെയുള്ള പല പ്രോജക്റ്റുകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയും. ഒരു സാധാരണ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഡേറ്റാ സയൻസ് പഠിക്കുന്നു, ഓഡിയൻ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന നമ്മളുള്ള ഒരു കമ്പാരിസൺ ഒക്കെ ഇവർ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. ആ സ്റ്റുഡൻസ് റിവ്യൂവും അതുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ആരായിരിക്കും ഇതിന്റെ ക്ലാസ്സുകൾ എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾഡ്മാൻ സാക്സിലെയും JB മോർഗനിലെയും ഒക്കെ ടോപ്പ് പൊസിഷനിലൊക്കെ ഉള്ളവരൊക്കെയാണ് ഫാക്കൽറ്റികളായിട്ട് ഇവിടെ വരുന്നത്. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ ഓൺലൈൻ ലേണിങ്ങിന്റെ ഏറ്റവും വലിയ മെച്ചം. നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഈ മേഖലയിലെ ഫാക്കൽറ്റികളിൽ നിന്ന് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ്. മെഴ്സിഡസ് ബെൻസിന്റെ ഒക്കെ എക്സ് പ്രിൻസിപ്പൽ ഡേറ്റാ സയന്റിസ്റ്റിൽ നിന്നൊക്കെ ഈ കാര്യങ്ങൾ പഠിക്കാനായിട്ട് കഴിയും. IBMന്റെ എക്സ് ടെക്നിക്കൽ ലീഡ്, ഇവരൊക്കെ ആയിരിക്കും ഫാക്കൽറ്റി ആയിട്ട് വരിക. ഇതുപോലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് ലഭിക്കുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ കോഴ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ഫ്രീക്വൻലി ആസ്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിന്റെ ഫീസൊക്കെ എത്രയാകും എന്നുള്ള കാര്യം നിങ്ങളിവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്ത എല്ലാ മാസവും ഇവർക്ക് പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. ഈ വീഡിയോ ചെയ്യുമ്പോൾ അടുത്ത ബാച്ച് 24-ാം തീയതി ജൂണും 29 ജൂലൈയിലുമാണ് കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഫീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 99,000 പ്ലസ് GST എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾക്ക് 30,000 രൂപ വരെ സ്കോളർഷിപ്പ് ലഭ്യമാകും എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു നല്ല ഡിസ്കൗണ്ട് ലഭിക്കുവാനായിട്ട് ഈ ഒരു സ്കോളർഷിപ്പ് സഹായിക്കും. എന്ന് മാത്രവുമല്ല ഒരു കാര്യം കൂടി ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. ഇഫ് യു വിഷ് ടു വിഡ്രോ ഫ്രം ദ ബൂട്ട് ക്യാമ്പ് വിതിൻ ദ ഫസ്റ്റ് 10 days യുവർ ഫീ വിൽ ബി ഫുള്ളി റീഫണ്ടഡ്. അതായത് നമ്മൾ ഇവരുടെ ഈ കോഴ്സിന് ജോയിൻ ചെയ്തിട്ട്
10 ദിവസം അറ്റൻഡ് ചെയ്തിട്ട് നമുക്കൊരു തൃപ്തികരമായി തോന്നുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഫുള്ള് റീഫണ്ട് എടുത്തിട്ട് പോരാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം 99,000 രൂപ പ്ലസ് GST ആണ്. 30,000 രൂപ വരെ ഒരു ഡിസ്കൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു 10,000 രൂപയും കൂടെ, 30,000 രൂപയുടെ സ്കോളർഷിപ്പാണ്, പിന്നെ ഒരു 10,000 രൂപയുടെ ഡിസ്കൗണ്ട് കൂടെ കിട്ടാനുള്ള ഒരു മാർഗ്ഗമുണ്ട്. അത് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. ഇനി ബാക്കി നമ്മുടെ അടയ്ക്കേണ്ട ഫീസ് EMI ആയിട്ട് അടയ്ക്കാൻ സാധിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 3, 6, 9, 12 മാസങ്ങൾക്കുണ്ട് EMI ആയിട്ട് പ്രതിമാസം ഏതാണ്ട് 6,300 രൂപ വരെ വെച്ച് അടയ്ക്കുവാനുള്ള അവസരമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് മേളിലേക്ക് പോയാൽ ഇത് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഇവിടെ നമ്മുടെ നെയിം ഡീറ്റെയിൽസും ഒക്കെ നൽകിക്കൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവരുടെ ഒരു കോൾ ബാക്ക് ലഭിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ 30,000 രൂപ വരെ സ്കോളർഷിപ്പ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഏർലി ബേർഡ് ഓഫർ എന്ന നിലയിൽ ഒരു 10,000 രൂപയും കൂടെ എക്സ്ട്രാ കിട്ടുവാനുള്ള ഒരു അവസരം കൂടിയുണ്ട് എന്നുള്ള കാര്യം അറിയുക. അപ്പം നമുക്ക് ഒരു 40,000 രൂപ വരെയൊക്കെ കുറഞ്ഞ ഫീസിൽ പഠിക്കുന്നതിനും അവസരങ്ങളുണ്ട് എന്നുള്ള കാര്യം അറിയുക. താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ സൈറ്റിൽ വന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തുകൊണ്ട് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം സൂചിപ്പിക്കേണ്ട 2 കാര്യം, ക്ലാസ്സുകൾ കൂടുതലും വീക്കെൻഡ്സിലായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കുമൊക്കെ ഈ വീക്കെൻഡ് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്. ഇനി വീക്കെൻഡ് ക്ലാസ്സിൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഇതിൻ്റെയൊക്കെ റെക്കോർഡഡ് വീഡിയോസ് LMSൽ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഡേറ്റ സയൻസ് പഠിക്കുവാനുള്ള ഒരു അവസരം ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ ഈ ഓഡിൻ സ്കൂളിൻ്റെ അധികാരികളുമായി ബന്ധപ്പെട്ടോ അവരുടെ വെബ്സൈറ്റിലൊക്കെ പോയി വായിച്ച് മനസ്സിലാക്കി തൃപ്തികരമാണെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോവുക. എൻ്റെ വാക്ക് മാത്രം മുകളിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ jobsbridge.com എന്ന നമ്മുടെ സൈറ്റും സന്ദർശിക്കാം. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.